നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കിഡ്നി പേഷ്യന്റ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ക രോഗികൾക്ക് ക്രിസ്മസ് നവവത്സര സമ്മാനമായി സാമ്പത്തിക സഹായ വിതരണം നടത്തി. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ലോകം മുഴുവൻ ട്രാഫിക് പരിഷ്കരണങ്ങൾ നടത്തുമ്പോഴും നമ്മുടെ നാട്ടിൽ ടാർ വീപ്പയും കയറുമൊക്കെയാണ് ട്രാഫിക് നിയന്ത്രണത്തിന് ആശ്രയം. നെഹ്റു യുവകേന്ദ്രയുടെയും തൊടുപുഴ സോക്കർ സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ AIDS അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. മുള്ളരിങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന സഹവാസ ക്യാമ്പയിന്റെ ഭാഗമായി വണ്ണപ്പുറം ടൗണിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പൊതുകിണറും വൃത്തിയാക്കി പെയിന്റ് അടിച്ചു. തൊടുപുഴ YWCA ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സിനി തോമസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കിഡ്നി പേഷ്യന്റ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ക രോഗികൾക്ക് ക്രിസ്മസ് നവവത്സര സമ്മാനമായി സാമ്പത്തിക സഹായ വിതരണം നടത്തി. വടക്കുംമുറി സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. പ്രസിഡന്റ് ലീലമ്മ ജോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ ഡയാലിസിസ് രോഗികൾക്ക് തങ്ങളാൽ കഴിയുന്ന ധനസഹായ വിതരണങ്ങൾ നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കിഡ്നി പേഷ്യന്റ് വെൽഫെയർ സൊസൈറ്റി വൃക്ക രോഗികൾക്ക് ക്രിസ്മസ് പുതുവത്സര സമ്മാനമായി സാമ്പത്തിക ധനസഹായ വിതരണം നടത്തി. വടക്കുംമുറി സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ലീലമ്മ ജോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം ചെയ്തു. തദ്ദേശീയ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ ഈ പ്രാവശ്യം അതേപോലെ തന്നെ പ്രോജക്റ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ മെഡിക്കൽ ഓഫീസറുടെ പ്രോജക്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം രോഗികൾക്ക് ആഴ്ചയിൽ 2-3 ഡയാലിസിസുകളാണ് വേണ്ടി വരുന്നത്. അവരതിന് വേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ നമുക്ക് ഫീസ് കൊടുത്ത് ഡയാലിസിന് പൈസ കൊടുക്കേണ്ടതിലും മറ്റുള്ള ചിലവുകൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും അവരും വളരെയധികം ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ഇനിയുള്ളൊരു പദ്ധതിയിലോട്ട് വരുത്തണം എന്നുള്ളൊരു ഗവൺമെൻറ്റിനൊരു നിർദ്ദേശമായിട്ട് ഞങ്ങൾ ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കുള്ള സഹായം സർക്കാർ തലത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് ഞങ്ങളൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ട്രഷറർ ജെയിംസ് ചാക്കോ, ആമിന സണ്ണി, MJ ചാക്കോ, ജോസഫ് മൂലശ്ശേരി, ജോസ് PV തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപക ദിനം രാജാക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 139ാം സ്ഥാപക ദിനം രാജാക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയിൽ അധ്യക്ഷനായി. DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം നിർവഹിച്ചു. തെരഞ്ഞെടുപ്പിൽ പരാജയങ്ങളും അതേപോലെ തന്നെ വിജയങ്ങളും ഒക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ധാരാളം ഗ്രസിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ലാതെ ഗംഗാനദി ഒഴുകുന്നത് പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം മുമ്പോട്ട് പോവുകയാണ്. ഈ മുമ്പോട്ട് ഗമിക്കലിനെ ഒരിക്കലും ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. കാരണം അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തിന്റെ ചരിത്രത്തെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരങ്ങളെയും എല്ലാം പിന്തുണയ്ക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നമ്മുടെ 139 വർഷം നമ്മൾ പൂർത്തീകരിക്കുന്നെങ്കിലും നമ്മുടെ നിലപാടുകളിൽ, നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ, നമ്മുടെ ആദർശങ്ങളിൽ ഇന്ന് വരെ വെള്ളം ചേർക്കാതെ ഒരേ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിന് ഒരു സംശയവുമില്ല ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനും ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കാനും ഒക്കെ
തീർച്ചയായിട്ടും കഴിയും. KPCC മെമ്പർ ആർ ബാലൻപിള്ള, UDF നിയോജകമണ്ഡലം കൺവീനർ ബെന്നി തുണ്ടത്തിൽ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ MB ജോസ്, S യശോധരൻ, ബെന്നി പാലക്കാട്ട്, KK രാജൻ, തങ്കച്ചൻ പുളിക്കൽ, മിനി ബേബി, കിങ്ങിണി രാജേന്ദ്രൻ, പുഷ്പലത സോമൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. ടാർ വീപ്പ കൊണ്ട് ഒരു ഡിവൈഡർ. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ലോകം മുഴുവൻ ട്രാഫിക് പരിഷ്കരണങ്ങൾ നടത്തുമ്പോഴും നമ്മുടെ നാട്ടിൽ ടാർ വീപ്പയും കയറുമൊക്കെയാണ് ട്രാഫിക് നിയന്ത്രണത്തിന് ആശ്രയം. നെടിയശാലയിൽ നിന്നും പുറപ്പുഴയ്ക്ക് തിരിയുന്ന ജംഗ്ഷനിലാണ് ടാർ വീപ്പ ട്രാഫിക് ഡിവൈഡറായി നിലയുറപ്പിച്ചിരിക്കുന്നത്. തൊടുപുഴയുടെ MLA ആയ PJ ജോസഫ് നിത്യേന കടന്നു പോകുന്ന റോഡ് കൂടിയാണ് ഇത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി നെടിയശാല ജംഗ്ഷനിൽ നിന്നും പുറപ്പുഴയ്ക്ക് തിരിയുന്ന റോഡിന് ഡിവൈഡറായി നിലയുറപ്പിച്ചിരിക്കുന്നത് ടാറിംഗ് പണിക്കാർ ഉപേക്ഷിച്ചു പോയ ടാർ വീപ്പയാണ്. നിത്യേന നൂറുകണക്കിന് വാഹനങ്ങളാണ് വഴിത്തല ഭാഗത്തു നിന്നും തൊടുപുഴ ഭാഗത്തു നിന്നും മണക്കാട് റോഡിൽ നിന്നും പുറപ്പുഴയ്ക്ക് തിരിയുന്നത്. വലിയ വാഹനങ്ങൾ പുറപ്പുഴയ്ക്ക് തിരിയുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് അവിടുന്ന് കടന്നു വരുന്നതിന് തടസ്സം നേരിട്ടപ്പോൾ ആരുടെയോ തലയിലുദിച്ച ബുദ്ധിയാണ് ടാറിംഗ് വീപ്പ റോഡിൽ സ്ഥാപിക്കാമെന്നത്. എന്നാൽ പിന്നീട് അത് അവിടെ തന്നെ സ്ഥിരമാവുകയായിരുന്നു. രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ ഇടിച്ച് വീപ്പ റോഡിൽ മറിഞ്ഞു കിടക്കുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോഴാണ് അതിനു മുകളിൽ കല്ലുൾപ്പെടെ ഭാരമുള്ളത് വെച്ചാൽ വണ്ടി തട്ടിയാൽ മറിയില്ല എന്ന് ആരോ മനസ്സിലാക്കിയത്. ഇപ്പോൾ വീപ്പയുടെ മുകളിൽ 3-4 കല്ലുകൾ കയറ്റി വെച്ചിട്ടുണ്ട്. വാഹനങ്ങൾ വന്ന് തട്ടി ടാർ വീപ്പയുടെ കോലം തന്നെ മാറിപ്പോയെന്ന് പറയാം. ഇപ്പോൾ വീപ്പയിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റും പോസ്റ്ററുകളും പതിക്കുന്നതും പതിവായി. ട്രാഫിക് പരിഷ്കരണത്തിന് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളും ഉയർന്നു വരുന്നത്. PJ ജോസഫ് MLA നിത്യേന കടന്നു പോകുന്ന റോഡ് കൂടിയാണിത്. ഒരു ട്രാഫിക് ഡിവൈഡർ പോലും സ്ഥാപിക്കാൻ കഴിയാത്ത ജനപ്രതിനിധികളും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉദ്യോഗസ്ഥ വൃത്തങ്ങളുമാണ് നമ്മുടെ നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്നതെന്നാണ് ഓരോ പ്രദേശത്തിന്റെയും ശാപം. ന്യൂസ് ബ്യൂറോ, വഴിത്തല. പൂച്ചപ്ര ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദു ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ പോൾ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി ട്രക്കിംഗ്, വൃദ്ധ സന്ദർശനം, വിവിധ കലാപ്രകടനങ്ങൾ, ക്യാമ്പ് ഫയർ തുടങ്ങിയവ ഉണ്ടായിരിക്കും. പൂച്ചപ്ര ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന സഹവാസ ക്യാമ്പ് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദു ബിജു ഉദ്ഘാടനം ചെയ്തു. പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയാണ് വ്യക്തിത്വ വികസനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ച് നടത്തുന്ന ക്ലാസ്. കാരണം ഒരു വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം അറിവ് നേടുക എന്നുള്ളത് മാത്രമായി ഒതുക്കാതെ ആ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലേക്കും കൂടി നമ്മുടെ സ്കൂളുകളും അതുപോലെ ടീച്ചേഴ്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല മിടുക്കന്മാരായ കുട്ടികളെ വളർത്തിയെടുക്കുവാൻ സാധിക്കും. അപ്പൊ പൂച്ചപ്ര സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്ന ഈ NSSന്റെ ഈ ക്യാമ്പ് 2 ദിവസത്തെ ക്യാമ്പ് ഉള്ളെങ്കിൽ ഇവരുടെ ജീവിതത്തില് എന്നും അത് ഓർമ്മിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ആ ക്യാമ്പിൽ നിന്ന് എനിക്ക് ലഭിച്ച അറിവാണ് എന്നെ ഇതുപോലെയാക്കി തീർത്തത് എന്ന് ഓർക്കുന്ന വിധത്തിലുള്ള ഒരു ക്ലാസ് തന്നെ ഇവിടുന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വാർഡ് മെമ്പർ പോൾ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹൻദാസ് പുതുശ്ശേരി ആശംസ അർപ്പിച്ചു. NSS യൂണിറ്റിന്റെ ഉദ്ദേശം, ലക്ഷ്യങ്ങൾ, പ്രവർത്തനം തുടങ്ങിയവയെക്കുറിച്ച് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്ററും സീനിയർ അധ്യാപകനുമായ ദീപക് A ക്ലാസ് എടുത്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ 6 സെക്ഷനിൽ വിദഗ്ധർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. ഇതോടനുബന്ധിച്ച് ട്രക്കിംഗ്, വൃത്ത സന്ദർശനം, വിവിധ കലാപ്രകടനങ്ങൾ, ക്യാമ്പ് ഫയർ തുടങ്ങിയവ ഉണ്ടായിരിക്കും. 30-ന് ക്യാമ്പ് സമാപിക്കും. ഉദ്ഘാടന യോഗത്തിൽ 13-ാം വാർഡ് മെമ്പർ VK കൃഷ്ണൻ, 10-ാം വാർഡ് മെമ്പർ രാജി ചന്ദ്രശേഖരൻ, സ്കൂൾ PTA പ്രസിഡന്റ് S പ്രമോദ്, SMC ചെയർമാൻ വിശ്വനാഥൻ TD, MBTA പ്രസിഡന്റ് ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷനോജ് കുമാർ NK സ്വാഗതവും സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പയസ് ജോസഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂച്ചപ്ര. നെഹ്റു യുവകേന്ദ്രയുടെയും തൊടുപുഴ സോക്കർ സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ AIDS അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ സോക്കർ സ്കൂൾ ഹാളിൽ നടന്ന അവയർനെസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസുകളുടെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. നെഹ്റു യുവകേന്ദ്ര ഇടുക്കി ജില്ലാ ഓഫീസർ സച്ചിൻ H അധ്യക്ഷത വഹിച്ചു. മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്, നെഹ്റു യുവകേന്ദ്ര ഇടുക്കിയുടെയും തൊടുപുഴ സോക്കർ സ്കൂൾ ആൻഡ് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ സോക്കർ സ്കൂൾ ഹാളിൽ നടന്ന അവയർനെസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസുകളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഏതൊരു പൊതുവിഷയത്തിലും വളരെ സമഗ്രമായി ഇടപെടുവാനും അതിനുവേണ്ടി കൃത്യമായ തരത്തിലുള്ള ഫലപ്രാപ്തി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കമ്മിറ്റ്മെൻറ്റോടുകൂടി ജോലി ചെയ്യുന്ന സംഘടനകളാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഉൾപ്പെടെയുള്ള നെഹ്റു യുവകേന്ദ്രയുടെ വിവിധമായിട്ടുള്ള പരിപാടികൾ, സോക്കർ സ്കൂള്,
കേവലം ഒരു ഫുട്ബോൾ പരിശീലന കേന്ദ്രം മാത്രമല്ല, മറിച്ച് മറ്റ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുമായി ഈ സംഘടനകൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക, പിന്തുണയ്ക്കുക എന്നുള്ളത് പാർലമെന്റ് അംഗം എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമായി കരുതുന്നു. നെഹ്റു യുവകേന്ദ്ര ഇടുക്കി ജില്ലാ ഓഫീസർ സച്ചിൻ എച്ച് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ICTC കൗൺസിലർ നിമ്മി ജെയിംസ് എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസുകൾക്കും പ്രൊഫസർ ഷമ്മാസ് ജബ്ബാർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസിനും പ്രൊഫസർ അനീഷ്, പ്രൊഫസർ മോഹിത് എന്നിവർ ആക്ടിവിറ്റി ക്ലാസുകൾക്കും നേതൃത്വം നൽകി. സുരക്ഷിതമല്ലാതെ ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് 95% ആളുകൾ HIV ഇൻഫെക്ഷൻ ആകുന്നത്. 4 രീതിയിലൂടെയാണ്. ഒന്ന് എന്ന് പറയുന്നത് സുരക്ഷിതമല്ലാതെ ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. രണ്ടാമതെന്ന് പറയുന്നത് അണുവിമുക്തമാക്കാത്ത സൂചി, സിറിഞ്ച് എന്നിവ നമ്മൾ ഉപയോഗിക്കുന്ന മുഖേന. മൂന്നാമതെന്ന് പറയുന്നത് അണുബാധിതരുടെ രക്തം നമ്മൾ സ്വീകരിക്കുന്നത് മുഖേന. നാലാമതൊരു മാർഗം എന്ന് പറയുന്നത് ഗർഭസ്ഥ അമ്മയിൽ നിന്നും കുഞ്ഞിലോട്ട്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അച്ഛനിലോ അമ്മയിലോ ആരുടെയും ശരീരത്തിൽ HIV ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞിലോട്ട് അത് പകരും. ഈ പറയുന്ന 4 കാരണത്തിലൂടെ മാത്രമേ HIV അണുബാധ ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കുകയുള്ളൂ. രാഹുൽ S, അഭിഷേക് TS, അജിത് മനോജ്, ഭുവനേഷ്, ഗൗതം കൃഷ്ണ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. യോഗത്തിൽ സോക്കർ സ്കൂൾ ഡയറക്ടർ PA സലിംകുട്ടി സ്വാഗതവും അഭിജിത്ത് KM നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിൽ കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ മാതാപിതാക്കൾക്ക് അടുത്ത മാസം 3-ാം തീയതി ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് കാണിച്ച് സമൻസ് ലഭിച്ചതായി പെൺകുട്ടിയുടെ പിതാവ്. അർജുനന്റെ അച്ഛൻ നൽകിയ പരാതിയെ തുടർന്നാണ് കുടുംബത്തിലെ 3 പേർക്ക് സമൻസ് നോട്ടീസ് വന്നിരിക്കുന്നത്. എന്നാൽ നീതിക്ക് വേണ്ടി അപ്പീലിന് പോകാതിരിക്കാനുള്ള ശ്രമമാണ് പ്രതിഭാഗം നടത്തുന്നതെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ പീഡനത്തിന് ഇരയാക്കി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ മാതാപിതാക്കൾ അടുത്ത മാസം 3-ാം തീയതി ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് കാണിച്ച് സമൻസ് നോട്ടീസ് ലഭിച്ചതായാണ് പെൺകുട്ടിയുടെ പിതാവ് അറിയിച്ചിരിക്കുന്നത്. കേസിലെ പ്രതിയായ അർജുനന്റെ പിതാവ് നൽകിയ പരാതിയെ തുടർന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിലെ 3 പേർക്ക് സമൻസ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഡിസംബർ 14-ന് പെൺകുട്ടിയുടെ കൊലപാതക കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധി വന്ന നിമിഷം പെൺകുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും പ്രതിയെ കൊലപ്പെടുത്തുമെന്ന് ആക്രോശിച്ചതിന്റെ പേരിൽ പ്രതിയുടെ പിതാവ് സമർപ്പിച്ച പരാതിയിന്മേലാണ് തങ്ങൾ കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് ലഭിച്ചതെന്നും കേസിൽ അപ്പീലിന് ഹൈക്കോടതിയെ സമീപിക്കുവാനുള്ള ഒരുക്കങ്ങൾക്കിടെ ഇത് അട്ടിമറിക്കുന്നതിനായി പ്രതിയുടെ അച്ഛനും അഡ്വക്കേറ്റും മനഃപൂർവ്വം ഒരുക്കുന്ന ശ്രമമാണിതെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോൾ കുഞ്ഞും പോയി സാർ, നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയ ഒരു തകർന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രതിയുടെ ഭാഗത്തിരുന്ന് ഞങ്ങളെ ഒത്തിരി ജീവിക്കാൻ തന്നെ ഇതിൻ്റെ അകത്ത് സമ്മതിക്കാത്ത ഒരു രീതിയിലാണ് ഞങ്ങൾ മാനസികമായിട്ടും പലരോടും പല കാര്യവും പറഞ്ഞു വിട്ടുകൊണ്ട് ഞങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഇപ്പോൾ 3-ാം തീയതി ഞങ്ങൾ ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ഥലത്തില്ലാത്ത ഞങ്ങളോടാണ് ഇങ്ങനൊരു മനസ്സറിയാത്തൊരു കാര്യമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. കാരണം 12-ാം തീയതി തന്നെ ഞങ്ങൾ പറഞ്ഞെന്ന് വിധി എങ്ങനെ വന്നാലും ഇവരെ തല്ലിക്കൊല്ലും എന്നുള്ള രീതിക്ക് ഞങ്ങൾ പറഞ്ഞു. ഞാനും എൻ്റെ ചേട്ടൻ മണിയും എൻ്റെ പെങ്ങൾ മാലതിയും ഇവർക്കൊന്നും ഈ കേസിനെ കുറിച്ച് പോലും ഞാൻ വിളിച്ച് പറഞ്ഞു തന്നെയാണ് ഈ ജഡ്ജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നത്. അങ്ങനെയുള്ളവർ ഇതിനകത്ത് നമ്മൾ ഓരോ വായതാക്കി പോയാൽ പോലും ഇവർ എന്താണെന്ന് പോലും ചോദിക്കാത്ത ആൾക്കാരാണ്. അവരെക്കുറിച്ച് വരെ ഇതിനകത്ത് അമ്മർക്ക് എങ്ങനെയെങ്കിലും ഇവരെ ഇതിനകത്ത് കൊണ്ടുവരണമെന്ന് വെച്ച് മനഃപൂർവ്വമായിട്ട് അവൻ പ്ലാൻ ചെയ്തിട്ടാണ് പ്രതിയുടെ അപ്പനും വക്കീലും കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങളെ അടുത്ത സ്റ്റെപ്പ്, അതായത് ഹൈക്കോടതിയിൽ ഈ അപ്പീലിന് പോകാതിരിക്കാൻ വേണ്ടി അതിനി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സമ്മൻസ് ഞങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ മനസ്സറിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഞങ്ങളെ ഇതിനകത്തിരുന്ന് ഞങ്ങളെ ഈ അപ്പീലിന് പോകാതിരിക്കാൻ വേണ്ടിയുള്ള പണിയാണെന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ കരുതുന്നത്. തങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുകയും കൊലപാതക കേസിൽ നീതി ലഭിക്കാത്ത അവസ്ഥയുമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും വിധി വന്നതിന് ശേഷം പ്രതിഭാഗത്തു നിന്നും മാനസികമായ സമ്മർദ്ദങ്ങൾ പലരിലൂടെയും തങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണെന്നും പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു. നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ മാനസിക വിഷമത്താൽ കഴിയുന്ന തങ്ങൾക്ക് നേരെയുള്ള പ്രതിഭാഗത്തിന്റെ ഈ നടപടിയിൽ സർക്കാർ തല ഇടപെടൽ ഉണ്ടാകണമെന്നും പെൺകുട്ടിയുടെ പിതാവ് ആവശ്യപ്പെട്ടു.
ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. മുള്ളരിങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വണ്ണപ്പുറം ടൗണിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പൊതുകിണറും വൃത്തിയാക്കി പെയിന്റടിച്ചു. കാത്തിരിപ്പ് കേന്ദ്രത്തിനും കിണറിനും ചുറ്റും പൂന്തോട്ടവും നിർമ്മിക്കുകയും ചെയ്തു. NSS ചാർജ് ഓഫീസർ വിജയകുമാർ നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു, വണ്ണപ്പുറം എബനൈസർ ഗ്രൂപ്പ് ചെയർമാൻ സജി പൈലി എന്നിവർ കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകി. മുള്ളരിങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. മാലിന്യമുക്ത കേരളം പദ്ധതിയാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം. വണ്ണപ്പുറം SNM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. തെരുവു നാടകം, ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടികൾ, ഫ്ലാഷ് മോബ്, സംവാദം എന്നിവ ഇതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വണ്ണപ്പുറം ടൗണിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പൊതുകിണറും വിദ്യാർത്ഥികൾ വൃത്തിയാക്കി പെയിന്റ് അടിച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനും കിണറിനും ചുറ്റും പൂന്തോട്ടം നിർമ്മിക്കുകയും ചെയ്തു. NSS ചാർജ് ഓഫീസർ വിജയകുമാർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു, വണ്ണപ്പുറം എബനൈസർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സജി പൈലി എന്നിവർ കുട്ടികൾക്ക് അഭിനന്ദനം അറിയിക്കുകയും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. കുട്ടികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് തന്നെ മാതൃകയാണെന്ന് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. NSSന്റെ ഒരു ക്യാമ്പ് വണ്ണപ്പുറം SNM സ്കൂളിൽ നടത്തിയുണ്ടായി. അതിനോടനുബന്ധിച്ച് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ അമ്പലപ്പടി ജംഗ്ഷനിൽ അവിടെ ഒരു കിണറിൻ്റെ പരിസരങ്ങൾ വൃത്തിയാക്കുകയും അതിനോടനുബന്ധിച്ച് പൂന്തോട്ടങ്ങൾ വച്ചുപിടിപ്പിക്കുകയും NSSന്റെ ഈ പ്രവർത്തനം വണ്ണപ്പുറം പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും സന്തോഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. തങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ വിലപ്പെട്ട അനുഭവമാണെന്ന് വിദ്യാർത്ഥികളും പറഞ്ഞു. ഇവിടെ NSSന്റെ സപ്തദിന ക്യാമ്പായിട്ട് വന്നിട്ട് ഞങ്ങൾക്കൊരു പ്രോഗ്രാമിന് ഇവിടുത്തെ കിണറും പിന്നെ ബസ് സ്റ്റോപ്പും പെയിൻ്റ് അടിക്കാനായിരുന്നു. അത് കിണറടിച്ചു, ബസ് സ്റ്റോപ്പും പകുതി അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കൂടെ സഹായിച്ച പ്രസിഡൻറ്റിനും പിന്നെ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ തന്ന സഹിച്ചേട്ടനും വളരെ നന്ദിയുണ്ട്. വളരെ എക്സ്പീരിയൻസ് ആണ്. ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ബിജു KV, പ്രോഗ്രാം ഓഫീസർ ഷെർലി GS, PTA പ്രസിഡന്റ് ജോമോൻ VJ തുടങ്ങിയവർ അറിയിച്ചു. NSSന്റെ സപ്തദിന ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ശുചിത്വ പരിപാടി, ഈ പെയിൻറ്റിംഗ് പരിപാടി, പൂന്തോട്ട നിർമ്മാണമൊക്കെ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, വണ്ണപ്പുറം. തൊടുപുഴ YWCA ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സിനി തോമസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥി റവറന്റ് ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഇതോടനുബന്ധിച്ച് മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ കുട്ടികൾ സർഗോത്സവം അവതരിപ്പിച്ചു. തൊടുപുഴ YWCAയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം ലയൺസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സിനി തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുഖ്യാതിഥിയായി എത്തിയ റവറന്റ് ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടിക്ക് തുടക്കം കുറിച്ചു. ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ആദ്യ ചിന്ത എന്ന് പറയുക, ക്രിസ്മസ് ഒരു ബന്ധം പുതുക്കലിൻ്റെ തിരുനാളാണ്. മനുഷ്യന്റെ പാപം മൂലം ദൈവത്തോട് ബന്ധം തകർന്നു. ആ തകർന്ന ബന്ധം പുനഃസ്ഥാപിക്കാൻ ദൈവം തന്നെ മുൻകൈ എടുക്കുന്നു. അങ്ങനെയാണല്ലോ ദൈവം മനുഷ്യന് ഈ ലോകത്ത് അവതരിച്ചത്. ദൈവം ബന്ധം പുതുക്കാൻ മുൻകൈ എടുത്ത് ബന്ധം പുതുക്കി. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് നാളുകളിൽ നമ്മുടെ ബന്ധങ്ങൾ പുതുക്കുന്നു. പണ്ട് കാലത്തുമെല്ലാം ക്രിസ്മസ് കാർഡുകൾ അയക്കുമായിരുന്നു. ഇന്ന് ഡിജിറ്റൽ യുഗമായതുകൊണ്ട് കാർഡ് അയച്ചില്ലെങ്കിലും വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഒരു ക്രിസ്മസ് സന്ദേശ മെസ്സേജ് കൈമാറാത്ത കാര്യമില്ല. ഒരു മെസ്സേജ് അയക്കാത്തവര്, ഒരു മെസ്സേജ് ലഭിക്കാത്തവര് ആരും ഉണ്ടാവില്ല. കാരണം എന്താ? ദൈവം ബന്ധം പുതുക്കി, നമ്മൾ ബന്ധങ്ങൾ പുതുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പുതുക്കപ്പെടാത്ത ഒരു ബന്ധമുണ്ട് എങ്കിൽ, തകർന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ക്രിസ്മസ് ഇല്ലെന്നുള്ളതാണ്. ക്രിസ്മസ് ആഘോഷിക്കണം, ബന്ധങ്ങൾ പുതുക്കപ്പെടണം. ഒരു കുടുംബത്തിൽ അവിടെ ജീവിത പങ്കാളികൾ തമ്മിൽ, ദമ്പതികൾ തമ്മിൽ നല്ലൊരു ബന്ധമില്ല എങ്കിൽ ഒരുപക്ഷെ അവിടെ ക്രിസ്മസ് ഇല്ല. ഒരു വീട്ടില് മാതാപിതാക്കൾ, മക്കള്, സഹോദരങ്ങൾക്ക് തമ്മിൽ നല്ലൊരു ബന്ധമില്ല, എന്തെങ്കിലും ബന്ധത്തിൽ തകർച്ചയുണ്ടെങ്കിലോ ഇവിടെ ക്രിസ്മസ് ഇല്ല. പുതുമയുടെയും ഒത്തുചേരലിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും അവസരമായിരിക്കണം ക്രിസ്തുമസ് എന്ന് സന്ദേശത്തിൽ ഫാദർ ജോസഫ് ഓർമ്മിപ്പിച്ചു. ബോർഡ് മെമ്പർ റീന മാത്യു ബൈബിൾ വായിച്ചു. തുടർന്ന് ക്രിസ്മസ് പപ്പായ വരവേറ്റു. യോഗത്തിന് ശേഷം മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ കുട്ടികൾ അവതരിപ്പിച്ച സർഗോത്സവം ആഘോഷത്തിന് മാറ്റുകൂട്ടി. പരിപാടിയിൽ നറുക്കെടുപ്പിലൂടെ സ്റ്റാർ ഓഫ് ദി ഡേ ആയി YWCA അംഗത്തെ തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. അതൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു.
സ്റ്റീഫൻ ഗാനം ആലപിച്ചു. സെക്രട്ടറി അൻസമ്മ ജോർജ് സ്വാഗതവും നോമിനേറ്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി ജെയിൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കഞ്ഞിക്കുഴി ഏഴുകമ്പി ഗവൺമെന്റ് LP സ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷം 2023 നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ നിർവഹിച്ചു. കുടിയേറ്റ ഗ്രാമമായ കഞ്ഞിക്കുഴി ഏഴുകമ്പിയിൽ 1973 സ്ഥാപിച്ച ഗവൺമെന്റ് LP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം നടന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം തന്നെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മികവ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും മികവാണ്. അക്കാദമി പരമായിട്ട് മാത്രമല്ല, കലാപരവും കായികപരവും മറ്റ് കഴിവുകളെ എല്ലാം ഈ കലാലയത്തിൽ അറിഞ്ഞും കേട്ടും പ്രദർശിപ്പിച്ചും കുട്ടികൾ സ്വയം അവരുടെ കഴിവുകളെ ആർജിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഇന്ന് നൽകി വരുന്നത്. അടിമാലി AEO ആനിയമ്മ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, മുൻ ഹെഡ് മാസ്റ്റർമാരെയും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റെജി, മുൻ PTA പ്രസിഡന്റുമാരെയും ആദരിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് വർക്കി ജൂബിലി സന്ദേശം നൽകി. സ്കൂൾ HM VA ജ്യോതിഷ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രദീപ് MM, സുകുമാരൻ കുന്നുംപുറത്ത്, PTA പ്രസിഡന്റ് അയന ജോബിൻ എന്നിവർ പ്രസംഗിച്ചു. നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മാധ്യമപ്രവർത്തകർ പോസിറ്റീവ് ന്യൂസിന് പ്രാധാന്യം നൽകണമെന്ന് കോതമംഗലം മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കോതമംഗലം ബിഷപ്സ് ഹൌസിൽ സംഘടിപ്പിച്ച സൗഹൃദ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി പ്രമുഖർ സംസാരിച്ചു. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി കോതമംഗലം ബിഷപ്സ് ഹൌസിൽ സൗഹൃദ യോഗം നടത്തി. കോതമംഗലം മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു. മാധ്യമപ്രവർത്തകർ പോസിറ്റീവ് ന്യൂസിന് പ്രാധാന്യം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തെ നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കാനായി മാധ്യമങ്ങൾക്കുള്ള ശക്തി വളരെ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്ക് ഈ ക്രിസ്മസിന്റെ അവസരം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയുമായ ഒരു കാലഘട്ടമാണ് എന്നുള്ളത് ഏറെ സന്തോഷം നമുക്ക് നൽകുന്നുണ്ട്. ആ സന്തോഷവും സമാധാനവും പ്രത്യാശയും നിങ്ങൾ എല്ലായിടത്തും എത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഈ കോതമംഗല ജോലിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾ അധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാറില്ല. വലിയ വലിയ പ്രോഗ്രാംസ് ഒന്നും ഇടാറില്ല, ഒത്തിരി ന്യൂസ് ഒന്നും തരാറില്ല. ഇതിൽ ഒത്തിരി ന്യൂസൊന്നും ഇല്ല, പക്ഷേ സാധാരണ രീതിയിൽ പോകുന്ന ഒരു രൂപതയാണത്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ന്യൂസ് വരുന്നത്. അതുകൊണ്ട് ശാന്തമായിട്ട് പോകുന്നതുകൊണ്ട് വലിയ ന്യൂസ് വാല്യൊന്നും കിട്ടാറില്ല. എങ്കിലും ജോസഫൻ പറഞ്ഞതുപോലെ നമ്മുടെ നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സന്തോഷമുള്ള കാര്യമാണ്. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ, മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കീരമ്പാറയിൽ, ഫാദർ ജോസ് പുൽപ്പറമ്പിൽ, ഫാദർ ജോർജ് കുളത്തൂർ, ജോർജ് കേളകം, സോണി നെല്ലിയാനി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണം ഇരട്ടിയായിട്ടും ഇവിടെ ഇടത്താവളം ആരംഭിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കായി മാറി. മണ്ഡല പൂജയ്ക്കായി നടയടയ്ക്കുന്ന സമയം വരെ കാനനപാതയിലൂടെ ശബരിമല ദർശനത്തിനെത്തിയത് 72,816 അയ്യപ്പ ഭക്തരെന്ന് ഔദ്യോഗിക കണക്കുകൾ. മകരവിളക്ക് ദർശനത്തിന് മുൻപെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാവുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ മകരവിളക്ക് ഒരുക്കം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ സത്രം സന്ദർശിച്ചിരുന്നു. അന്ന് സത്രത്തെ പ്രധാന ഇടത്താവളമാക്കി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ഈ സീസണിലും കുറ്റമറ്റതായ സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. തീർത്ഥാടകരുടെ തിരക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ സത്രത്തിൽ ആവശ്യമാണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ധാരാളം അയ്യപ്പ ഭക്തർ ഇതുവഴി മലയ്ക്ക് പോകാൻ എത്തുന്നുണ്ട്. ഇവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക എന്നത് അധികൃതർ ചെയ്യേണ്ട കാര്യമാണ്. മേഖലയിൽ ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ 10 ഏക്കർ സ്ഥലമുണ്ട്. എന്നാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഈ സ്ഥലം പൂർണ്ണമായും വിട്ടു നൽകുന്നില്ല. ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി വണ്ടിപ്പെരിയാറിൽ നിന്നും സത്രത്തിലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സിന് പോലും സത്രം ഗ്രൗണ്ടിൽ കയറാൻ കഴിയുന്നില്ല. 10 ഏക്കർ സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയാൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ നിർത്തിയിടാൻ സൗകര്യപ്രദമാകും. സത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കയറ്റങ്ങൾ ധാരാളമുള്ള പാതയിൽ ഭക്തർക്ക് കൈപിടിച്ചു കയറാൻ കെട്ടിയിരിക്കുന്നത് വടത്തിന് പകരം പ്ലാസ്റ്റിക് കയറാണ്. ഒട്ടും ബലമില്ലാത്ത ഈ പ്ലാസ്റ്റിക് വളികൾ കയ്യിൽ നനവുണ്ടെങ്കിൽ തെന്നി വീഴാനും ഇടയാകുന്നു.
കയർ കൊണ്ടുള്ള വടവും കമ്പിയും ഉപയോഗിച്ചാൽ ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയും. വൈദ്യസഹായ കേന്ദ്രം അനിവാര്യമാണെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമാണുള്ളത്. സത്രത്തിലെ അസൗകര്യങ്ങളിൽ സത്രം കാനനപാത വഴി ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരുടെ പരാതികൾ പലതവണ മാധ്യമങ്ങൾ ഉൾപ്പെടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇ ദിലീപ് കുമാർ ഇവിടം സന്ദർശിച്ചിരുന്നു. വനത്തിനുള്ളിൽ അയ്യപ്പ ഭക്തർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടാൽ അടിയന്തരമായ വൈദ്യസഹായം എത്തിക്കാനും മതിയായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. വൈദ്യസഹായ കേന്ദ്രം ആകെയുള്ളത് സത്രത്തിലും പുല്ലുമേട്ടിലുമാണ്. സീതകൊളുത്ത് കൂടി വൈദ്യസഹായ കേന്ദ്രം വേണമെന്നതും കാനനപാത വഴി ദർശനത്തിനെത്തുന്ന ശബരിമല തീർത്ഥാടകരുടെ നിരന്തര ആവശ്യമാണ്. ഈ സീസണിൽ ഇതുവരെ സഞ്ചരിച്ച 3 തീർത്ഥാടകരാണ് സീതകൊളുത്തിന് സമീപം കുഴിഞ്ഞു വീണ് മരിച്ചത്. മകരവിളക്ക് ദർശനത്തിനായി വീണ്ടും ശബരിമല നട തുറക്കുന്നതോടെ കഴിഞ്ഞ തവണത്തേക്കാൾ അധികമായി പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം കാനനപാതയിലൂടെ ശബരിമല ദർശനത്തിനായും പുല്ലുമേട്ടിൽ നിന്നും മകരജ്യോതി ദർശനത്തിനായും അയ്യപ്പ ഭക്തർ എത്തുമെന്നതാണ് നിഗമനം. ദേശീയപാതയിലൂടെയും മറ്റും കടന്നുവരുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ ഗതാഗത നിയന്ത്രണത്തിന്റെ പേരിൽ മണിക്കൂറുകളോളം തടഞ്ഞ സംഭവങ്ങളാണ് ഈ നിഗമനത്തിന് ആക്കം വർദ്ധിപ്പിക്കുന്നത്. മണ്ഡലപൂജയ്ക്ക് നട അടയ്ക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വണ്ടിപ്പെരിയാർ സത്രത്തിൽ അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടതുമൂലം കാനനപാതയിലൂടെ കടന്നു പോകുന്നതിനുള്ള പാസ് നൽകാത്തതിൽ അയ്യപ്പ ഭക്തരുടെ വലിയ പ്രതിഷേധമുയർന്നതും ഇത് ബഹളത്തിൽ കലാശിച്ചതും സുരക്ഷാ ഉദ്യോഗസ്ഥരെ പ്രതിസന്ധിയിലാഴ്ത്തിയിരുന്നു. മകരവിളക്കിനോടനുബന്ധിച്ച് തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം സാഹചര്യത്തെ മറികടക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ഇടുക്കി ജില്ലാ സൈനിക NCC വിഭാഗങ്ങളുടെ സാഹസിക പരിശീലന വേദിയാകുവാൻ ഏറെ അനുയോജ്യമാണെന്ന് NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് മേധാവി മേജർ ജനറൽ JS മംഗത്ത് കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കപ്പെട്ട നാഷണൽ ട്രക്കിംഗ് ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു മേജർ ജനറൽ. പ്രകൃതിയുടെ വരദാനങ്ങളാൽ സമ്പന്നമായ ഇടുക്കി ജില്ല സൈനിക NCC വിഭാഗങ്ങളുടെ സാഹസിക പരിശീലന വേദിയാകുവാൻ ഏറെ അനുയോജ്യമാണെന്ന് NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് മേധാവി മേജർ ജനറൽ JS മംഗത്ത് കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച നാഷണൽ ട്രക്കിംഗ് ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു മേജർ ജനറൽ. And it's exposing all the cadets to this lovely pastime, I would say, with nature that they can now make a habit of as they go along. And my view is that the more we come in contact with nature, the more we come in contact with our origins, the better people we will be. And NCC's aim being one of conserving nature also, I think it helps in that overarching thing that we have for our nation. ഇടുക്കിയിലുള്ള മലനിരകളും വനപ്രദേശങ്ങളും പ്രകൃതി വൈജാത്യങ്ങളും അനന്യമാണെന്നും NCC ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന പർവ്വതാരോഹണ ക്യാമ്പുകൾ, ട്രക്കിംഗ് ക്യാമ്പുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സാഹസിക പരിശീലന സംരംഭങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ ഇടുക്കിയിൽ ഏറെയുണ്ടെന്നും അദ്ദേഹം വിലയിരുത്തി. മെച്ചപ്പെട്ട തൊഴിൽ മേഖലകളും ജീവിത സാഹചര്യങ്ങളും കെട്ടിപ്പടുക്കാനുള്ള വ്യക്തിത്വ രൂപീകരണത്തിനും ജീവിത നിപുണത നേടിയെടുക്കുന്നതിനും വിപുലമായ പരിശീലന വേദികളാണ് NCCയിലുള്ളത്. ദേശീയ തലത്തിൽ 15 ലക്ഷത്തിലധികം കേഡറ്റുകളുള്ള ഈ പ്രസ്ഥാനത്തിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നത് രാജ്യത്ത് ആത്മവിശ്വാസവും നേതൃപാഠവുമുള്ള മികച്ച പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുന്നതിന് ഏറെ സഹായകരമാകുമെന്നും മേജർ ജനറൽ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 13 വർഷങ്ങളായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 525 കേഡറ്റുകൾ പങ്കെടുക്കുന്ന കുളമാവ് ട്രക്കിംഗ് NCCയുടെ പ്രശസ്തമായ ക്യാമ്പുകളിലൊന്നാണ്. ക്യാമ്പിൽ മികച്ച പ്രകടനം നടത്തിയ ഡയറക്ടറേറ്റുകൾക്ക് വിശിഷ്ടാതിഥിയായി എത്തിയ ബോനിറ്റ മംഗത്ത് മെഡലുകൾ നൽകി. ട്രക്കിങ്ങിന് ADDയും കുടുംബാംഗങ്ങളും പങ്കെടുത്തത് കേഡറ്റുകൾക്ക് ആവേശമായി. ഇടുക്കി വനമേഖലകളിലെ വിവിധ റൂട്ടുകളിലൂടെയുള്ള ട്രക്കിങ്ങിന് പുറമെ വ്യക്തിത്വ വികസന ക്ലാസുകൾ, സാഹസിക പരിശീലനം, കലാമത്സരങ്ങൾ, വ്യത്യസ്ത സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുള്ള സാംസ്കാരിക പരിപാടികൾ എന്നിങ്ങനെ വ്യത്യസ്ത കർമ്മ പരിപാടികളാണ് ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടത്. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പോണ്ടിച്ചേരി, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കേഡറ്റുകളും സൈനികരും ഉദ്യോഗസ്ഥരും ക്യാമ്പിൽ പങ്കെടുത്തു. 8 ദിവസം നീണ്ടുനിന്ന ക്യാമ്പ് ഡിസംബർ 29 സമാപിച്ചു. സമാപന ചടങ്ങിൽ കേണൽ രോഹിതാഷ് ശർമ്മ, ലഫ്റ്റനന്റ് കേണൽമാരായ അനിരുദ്ധ് സിംഗ്, ആശിഷ് റൈന, സുനിൽ പിള്ള, മേജർ ജോസഫ്, തൊടുപുഴ ന്യൂമാൻ കോളേജ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു, വിനു PT എന്നിവർ പ്രസംഗിച്ചു. വിവിധ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡയറക്ടറേറ്റുകൾ ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ഡോക്ടർ ജയശ്രീ S, ജവഹർ നവോദയ NCC ഓഫീസർ ഡോക്ടർ സജീവ് വാവച്ചൻ എന്നിവരെ ആദരിച്ചു. സമാപന സമ്മേളന വേദിയിൽ NCC ഗ്രൂപ്പ് കമാൻഡറായി സുദീർഘമായ സേവനം കാഴ്ചവെച്ച് വിരമിക്കുന്ന ബ്രിഗേഡിയർ ബിജു ചാന്താറാമിനെ നിയുക്ത ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ GS റെഡ്ഡി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ക്യാമ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സുബേദാർ മേജർ സുഖ്ജിത് സിംഗ്, ഹവിൽദാർമാരായ ബിജു M, റിജേഷ്, ബൈജു PV, ഗുർപ്രീത് സിംഗ്, രാജ്വീർ സിംഗ്,
ഹെയറൺ ലോ, തൽജീത് സിംഗ്, രാജീവ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുളമാവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കിഡ്നി പേഷ്യന്റ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ക രോഗികൾക്ക് ക്രിസ്മസ് നവവത്സര സമ്മാനമായി സാമ്പത്തിക സഹായ വിതരണം നടത്തി. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ലോകം മുഴുവൻ ട്രാഫിക് പരിഷ്കരണങ്ങൾ നടത്തുമ്പോഴും നമ്മുടെ നാട്ടിൽ ടാർ വീപ്പിയും കയറുമൊക്കെയാണ് ട്രാഫിക് നിയന്ത്രണത്തിന് ആശ്രയം. നെഹ്റു യുവകേന്ദ്രയുടെയും തൊടുപുഴ സോക്കർ സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ AIDS അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. മുള്ളരിങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന സഹവാസ ക്യാമ്പയിന്റെ ഭാഗമായി വണ്ണപ്പുറം ടൗണിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പൊതുകിണറും വൃത്തിയാക്കി പെയിന്റ് അടിച്ചു. തൊടുപുഴ YWCA ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സിനി തോമസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.